ഹേ ഓൾ. സോ +1 തുല്യതയുടെ ഇംഗ്ലീഷ് എക്സാം വരാൻ പോവുകയാണ്. അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇമെയിൽ. ഇമെയിലിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്, അതിൻ്റെ കണ്ടൻറ്റ് എങ്ങനെയാണ് എഴുതേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ്, അതായത് എക്സാമിന് വരാൻ ചാൻസുള്ള ഏറ്റവും ചാൻസുള്ള 3 ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ ആൻസർ അടക്കം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഇമെയിൽ എന്ന ടോപ്പിക്ക് ഇനി ഒരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല. വെരി ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. സോ ശ്രദ്ധിച്ച് കേൾക്കാം. ഫസ്റ്റ് നമുക്ക് എന്താക്കാം, ഇമെയിലിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് എഴുതേണ്ടത് ഫ്രം അഡ്രസ്സ്. ഫ്രം അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇമെയിൽ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ ഞാൻ xyz@gmail.com കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ആ ഫ്രം അഡ്രസ്സ് മാറ്റണം. ഇപ്പം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റോബ്ലിംഗ്, മറ്റേ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ ചാപ്റ്ററിൽ നിന്നുള്ള റോബ്ലിംഗ് അയക്കുന്ന ഒരു ഇമെയിലാണ് പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ അവിടെ എന്താക്കണം, ഫ്രം അഡ്രസ്സ് xyz മാറ്റുന്നതാണ് റോബ്ലിംഗ് 123 അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാം @gmail.com. അതിനുശേഷം 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണോ ഇമെയിൽ അയക്കുന്നത് അവർക്കൊരു ഇമാജിനറി ഇമെയിൽ അഡ്രസ്സ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവില്ല, നമ്മൾ എങ്ങനെയെങ്കിലും എന്താണ് ഒരു സാധാരണ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാക്കിയാൽ മതി. @gmail.com കോമൺ ആണ്. അതിൻ്റെ ABC അല്ലെ XYZ എന്ന് പറഞ്ഞ ഭാഗം മാത്രം മാറ്റിയാൽ മതി. ഇനി അടുത്ത 2 ലൈനിലായിട്ട് CC BCC എന്ന് വെറുതെ എഴുതി കൊടുക്കാം. ഓക്കെ, അതിനുശേഷമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്റ്റ് എന്ന് എഴുതിയിട്ട് ഒരു കോളൻ ഇടുക. കോളൻ എന്ന് പറഞ്ഞാൽ ആ സിമ്പിളാണ് 2 ഡോട്ട് ഉള്ളത്. അതിനുശേഷം ഒറ്റ ലൈനിൽ റീസൺ സമ്മറൈസ്ഡ് ഇൻ എ സിംഗിൾ ലൈൻ. ഈ ഇമെയിൽ അയക്കാനുള്ള കാരണം ഒറ്റ ലൈനിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതി കൊടുക്കണം. ഇപ്പോൾ നമ്മളൊരു ബിസി ആയിട്ടുള്ള ഒരു മേയറോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലോ അങ്ങനെ എവിടെയെങ്കിലാണ് നമ്മൾ ഇമെയിൽ അയക്കുന്നതെങ്കിൽ അവർക്ക് ഡെയിലി ഒരുപാട് ഇമെയിൽ കിട്ടും. സോ ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒറ്റ സബ്ജക്റ്റാണ്. ആ ഇമെയിൽ നമ്മൾ മൊത്തത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സംഭവവും ഒരു ലൈനിലാക്കി എന്ത് സബ്ജക്റ്റിൽ എഴുതാം. നെക്സ്റ്റ് ആണ് സല്യൂട്ടേഷൻ, ഡിയർ സർ ഓർ മാഡം. ഇത് നിങ്ങൾ കോമൺ ആയിട്ട് തന്നെ എഴുതാം, ഡിയർ സർ ഓർ മാഡം. ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഇൻട്രോ എന്ന് പറയുന്നതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ എഴുതാണ്ട് വെക്കാം. ഇൻട്രോയിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ആരാണെന്ന് ഈ ഇമെയിൽ എഴുതുന്ന ആൾ, അതായത് നമുക്കറിയാത്തൊരാൾക്കാണ് നമ്മൾ ഇമെയിൽ എഴുതുന്നതെങ്കിൽ നമുക്ക് ഒരു ലൈന് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അതിലൊരു ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ ആം രാഹുൽ സ്റ്റഡി ഇൻ ക്ലാസ് +1 ഓഫ് ഡാഷ് സ്കൂൾ, ഒരു സ്കൂളിൻ്റെ പേര് കൊടുക്കുക. സോ അവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തായി ഒരു ഇൻട്രോ എന്നിട്ടൊരു സെൻറ്റൻസ് ആയി, നിങ്ങളെ തന്നെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് അല്ല, എല്ലാ ഇമെയിലും ഉപയോഗിക്കാൻ പറ്റില്ല. ബട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ലൈൻ നല്ല ക്ലിയർ ആയിട്ട്, ഒരു ഓപ്പണിംഗ് ലൈൻ ക്ലിയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈൻ ഉപയോഗിക്കും. അതിനുശേഷമുള്ള ലൈനിൽ ഐ ആം സെൻഡിങ് ദിസ് ഇമെയിൽ ടു, എന്നിട്ട് എന്താണോ നമ്മൾ ഇമെയിൽ എഴുതേണ്ടത് അത് എഴുതാം. ഓക്കെ, അത് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ആ ബോഡി ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റ് ഐ ഹോപ്പ് ടു ഹിയർ ബാക്ക് ഫ്രം യു. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും. അതിനുശേഷം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നെങ്കിൽ വാം റിഗാർഡ്സ്, ഓക്കെ, അല്ലെങ്കിൽ യോസ് ഫെയ്ത്ത്ഫുള്ളി. ഇത് രണ്ടിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, ഒന്ന് മാത്രമേ വേണ്ടൂ, രണ്ടും വേണ്ട. ഓക്കെ, ഒന്നെങ്കിൽ വാം റിഗാർഡ്സ് അല്ലെങ്കിൽ യോസ് ഫെയ്ത്ത്ഫുള്ളി. ശ്രദ്ധിക്കണം, യോസ് ഫെയ്ത്ത്ഫുള്ളിക്ക് യോറിന് ശേഷം ഒരു അപ്പോസ്ട്രഫി ഇടാൻ പാടില്ല. ഓക്കെ, അത് വലിയ മിസ്റ്റേക്കാണ്. അതിനുശേഷം യോസ് ഫെയ്ത്ത്ഫുള്ളിക്ക് ശേഷം ഒരു കോമ ഇടുക. അതിനുശേഷം നിങ്ങളുടെ പേര് നെയിം ഏതാ. ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ക്ലബിൻ്റെ സെക്രട്ടറി ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്രട്ടറിന്ന് എഴുതാം. ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ഇവിടെ ബ്രാക്കറ്റ് ഇട്ടത് ഇമ്പോർട്ടൻ്റ് അല്ല, നോർമൽ ബ്രാക്കറ്റ് ഇട്ടത്, സ്ക്വയർ ബ്രാക്കറ്റാണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, സോ ഇവിടെ ഇൻട്രോക്ക് ഞാൻ നോർമൽ ബ്രാക്കറ്റ് ഇടുന്നത് അത് ഇമ്പോർട്ടൻ്റ് അല്ല, വേണമെങ്കിൽ ഒഴിവാക്കാം. ബട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഉള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സബ്ജക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ബോഡി ഇമ്പോർട്ടൻ്റ് ആണ്, ഈ നെയിം എഴുതുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് ഇമെയിലിൻ്റെ ഒരു ശരിയായ ഫോമാറ്റ്. ഈ ഫോമാറ്റിന് നമുക്ക് ഏകദേശം ഹാഫ് മാർക്സ് അല്ലെങ്കിൽ ഒരു 2 മാർക്സ്, 6 മാർക്സിന് 2 മാർക്സ് നമ്മൾ ഈ ഫോമാറ്റ് കറക്റ്റ് ആക്കുന്നതിന് തന്നെ കിട്ടും. ഓക്കെ, സോ ഈ ഫോമാറ്റ് നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് വരാൻ ചാൻസുള്ള ഏറ്റവും കൂടുതൽ ചാൻസുള്ള 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബ്രൂക്ലിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ, ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ജോൺ റോബ്ലിംഗ് had put forward his idea to the building experts, but no one was interested in it. Imagine John is writing a letter to the mayor of Long Island, listing out the advantages and necessities of such a bridge. Draft the email. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ജോൺ റോബ്ലിംഗ് ഇത് അദ്ദേഹത്തിൻ്റെ ബ്രിഡ്ജ് ഉണ്ടാക്കണമെന്നുള്ള ഐഡിയ ഒരുപാട് എക്സ്പേർട്സിന് മുകളിൽ പറഞ്ഞു കൊടുത്തു. പക്ഷേങ്കിൽ ആർക്കും അതിന് താല്പര്യമില്ല. നോ വൺ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. അദ്ദേഹം നിങ്ങൾ ആലോചിക്കുക, ഇമാജിൻ ലോങ് ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തിലെ മേയറിന് ജോൺ ഒരു ലെറ്റർ അയക്കുകയാണ്. എന്താണ് ഈ ബ്രിഡ്ജ് ഉണ്ടായാലുള്ള അതിൻ്റെ അഡ്വാൻറ്റേജ്, ഓക്കെ, അതിന് എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ട്, ഈ ബ്രിഡ്ജ് കൊണ്ട് എങ്ങനെയൊക്കെ ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും, നെസസിറ്റീസ് അത്യാവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു ഇമെയിൽ അയക്കാൻ. ആർക്കാണ് ഇമെയിൽ അയക്കുന്നത്? മേയർ. എവിടുത്തെ മേയർ? ലോങ് ഐലൻഡിൻ്റെ മേയറിന് ഒരു ഇമെയിൽ അയക്കുക. എന്താ പറയുന്നത്, ഈ ബ്രിഡ്ജിന്
എന്തൊക്കെ അത്യാവശ്യം, ഈ ബ്രിഡ്ജ് ഉണ്ടാവാൻ എന്താണ് വളരെ അത്യാവശ്യമാണ്, ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ എന്നൊക്കെ എന്താ ലിസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ഇമെയിൽ ഉണ്ടാക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്. ക്വസ്റ്റ്യൻ ഫസ്റ്റ് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ആൻസറിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ച ഫോമാറ്റ് പ്രകാരം ഫ്രം എഴുതി നോക്കട്ടെ. ജോൺ റോബ്ലിംഗ് 123@gmail.com അങ്ങനെ ഒരു ഫിക്ഷണൽ അല്ലെങ്കിൽ ഇമാജിനറി ഒരു ഇമെയിൽ ID ഉണ്ടാക്കുക. 2 മേയർ ലോങ് ഐലൻഡ് @gmail.com അങ്ങനെയാണ് നോർമലി ഉണ്ടാവുക. ഓക്കെ, സോ അങ്ങനെ 2 കൊടുക്കുക. പിന്നെ CC എന്നുള്ള ലൈനിൽ നെക്സ്റ്റ് ലൈനിൽ BCC. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്റ്റ് നോക്കട്ടെ. നെസസിറ്റി ഓഫ് എ ബ്രിഡ്ജ് കണക്റ്റിംഗ് ന്യൂയോർക്ക് ടു ലോങ് ഐലൻഡ്. അതായത് ഒരു ബ്രിഡ്ജിൻ്റെ ആവശ്യകത ഉണ്ട്. ന്യൂയോർക്കിനെ ലോങ് ഐലൻഡ് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജിൻ്റെ ആവശ്യകത എന്നാണ് നമ്മൾ സബ്ജക്റ്റ് കൊടുത്തത്. ഓക്കെ, നെസസിറ്റി ഓഫ് എ ബ്രിഡ്ജ് കണക്റ്റിംഗ് ന്യൂയോർക്ക് ടു ലോങ് ഐലൻഡ് ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഒറ്റ ലൈൻ നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് ലൈനിൽ റെസ്പെക്റ്റഡ് സർ ഓർ മാഡം. ഓക്കെ, ഒരു കോമ ഇടുക. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രോ. ഐ ആം ജോൺ റോബ്ലിംഗ്, ആൻ എൻജിനീയർ റിസൈഡിങ് ഇൻ ലോങ് ഐലൻഡ്. എൻ്റെ പേര് ജോൺ റോബ്ലിംഗ്, ഞാൻ ഒരു എൻജിനീയറാണ്. റിസൈഡിങ് എന്ന് പറഞ്ഞാൽ താമസിക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം ലിവിങ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ വേർഡ് ഉപയോഗിക്കാം. സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഫിൽ ചെയ്യാം. ഓക്കെ, ഇൻ ലോങ് ഐലൻഡ്. ഓക്കെ, ഐ ആം പ്രപ്പോസിങ് ദി ഐഡിയ ഓഫ് ബിൽഡിംഗ് എ ബ്രിഡ്ജ് കണക്റ്റിംഗ് ന്യൂയോർക്ക് ടു ലോങ് ഐലൻഡ്സ്. ഞാൻ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഐഡിയ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുകയാണ്. ന്യൂയോർക്കിനെ ലോങ് ഐലൻഡ് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് ആവശ്യമാണ്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്, വളരെ അത്യാവശ്യമാണ്. വി ക്യാൻ റിഡ്യൂസ് ദ ട്രാവൽ ടൈം. ഇതൊക്കെ ഗുണങ്ങളാണ് പറയുന്നത്. അവിടുന്ന് ഈ ന്യൂയോർക്കിൽ നിന്ന് ലോങ് ഐലൻഡിലേക്ക് വരാനുള്ള യാത്രയുടെ സമയം നമുക്ക് ഒരുപാട് കുറക്കാൻ പറ്റും. ബോത്ത് ടൗൺസ് വിൽ ബി ഹൈലി ബെനിഫിറ്റഡ്. രണ്ട് ടൗൺസും, അതായത് ന്യൂയോർക്കും ലോങ് ഐലൻഡും ഒരേപോലെ രണ്ട് ടൗണിനും നല്ല ബെനിഫിറ്റ് ഉണ്ടാവും ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ. ദ ബ്രിഡ്ജ് ഇറ്റ് സെൽഫ് വിൽ ബിക്കം എ ടൂറിസ്റ്റ് അട്രാക്ഷൻ. ആ ബ്രിഡ്ജ് തന്നെ ഒരു ടൂറിസ്റ്റ് ഒരുപാട് യാത്രക്കാർ കാണാൻ വരുന്ന ഒരു സ്ഥലമായിട്ട് മാറും. ആ ബ്രിഡ്ജ് തന്നെ, കാരണം അത്രയും ഐക്കോണിക് ആയിരിക്കും അങ്ങനെ ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്താൽ. ഐ ഹാവ് ദ ഡിസൈൻസ് റെഡി. ആ ബ്രിഡ്ജ് ഉണ്ടാക്കാനുള്ള ഡിസൈൻ എൻ്റെ കയ്യിൽ റെഡിയാണ്. സോ ഐ ഹോപ്പ് യു വിൽ ടേക്ക് നെസസറി ആക്ഷൻ ആൻഡ് മേക്ക് ദിസ് ബ്രിഡ്ജ് എ റിയാലിറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള ശരിയായ ആക്ഷൻ, അതായത് ഇതിന് വേണ്ട റെസ്പോൺസ് അത് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ടു മേക്ക് ആൻഡ് മേക്ക് ദിസ് ബ്രിഡ്ജ് എ റിയാലിറ്റി. ഈ ഒരു സ്വപ്നം, പാലം എന്ന സ്വപ്നം ഒരു യാഥാർത്ഥ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ജോൺ റോബ്ലിംഗ്. ഓക്കെ, സോ ഇതാണ് ഇമെയിൽ. വെരി സിമ്പിളാണ്. 6 മാർക്കിനൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും പോസിബിളായ ഒരു ക്വസ്റ്റ്യനാണ്. ഇനി ഇങ്ങനത്തെ 2 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അതും കൂടി നിങ്ങൾ നല്ലോണം പഠിച്ചാൽ നിങ്ങൾ ഫുള്ളി പ്രിപ്പയർഡായി ഇമെയിൽ എന്നാണ് ഈ സെക്ഷൻ. പിന്നെ നിങ്ങൾ ഈ സെക്ഷൻ ജസ്റ്റ് റിവൈസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഈ സെയിം ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യനാണ്. Washington was hurt and shocked to hear that his future project was taken off. Emily, his wife, understood the disappointment of her husband. She sends an email to the crew and engineers calling them to restart the project. Draft the likely email. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാഷിംഗ്ടൺ, അദ്ദേഹത്തിൻ്റെ മകന് വാഷിംഗ്ടൺ വളരെ സങ്കടമായി. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ പ്രൊജക്റ്റ് ടേക്കൺ ഓഫ് എന്ന് പറഞ്ഞാൽ നിർത്തി വച്ചിരിക്കുകയാണ്. എമിലി, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എമിലി ഈ ഒരു സങ്കടം മനസ്സിലാക്കി. എമിലി എന്ത് ചെയ്തു? ഷീ സെൻസ് ആൻ ഇമെയിൽ. അവർ ഒരു ഇമെയിൽ അയച്ചു. ആർക്കാണ്? ക്രൂ ആൻഡ് എൻജിനീയേഴ്സ്. ഈ ബ്രിഡ്ജിൻ്റെ വർക്ക് ചെയ്യുന്ന ക്രൂ, അതേപോലെ തന്നെ ഡിസൈൻ ചെയ്യുന്ന എൻജിനീയർ, ഇവരൊക്കെ ഒരു ഇമെയിൽ അയച്ചു. എന്തിനാണ്? കോളിംഗ് ദം ടു റീസ്റ്റാർട്ട് ദ പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റ് ഒന്നും കൂടി തുടങ്ങാൻ വേണ്ടി അവരെ വിളിച്ചുകൊണ്ട് ഒരു ഇമെയിൽ ഉണ്ടാക്കുന്നു. ഡ്രാഫ്റ്റ് ദ ലൈക്ലി ഇമെയിൽ. ഒരു പക്ഷേ ഉണ്ടാക്കാമെന്ന്, അതാണ് ലൈക്ലി എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഇമെയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഡ്രാഫ്റ്റ്. ഓക്കെ, നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെ നോക്കാം. ഫ്രം, ഓക്കെ, സെയിം സാധനം തന്നെ. ഫ്രം എമിലി റോബ്ലിംഗ് 123@gmail.com ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാക്കി എമിലി വൈഫിൻ്റെത്. നെക്സ്റ്റ് 2 ആർക്കാണ് അയക്കുന്നത്? എൻജിനീയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫിക്ഷണൽ കമ്പനി ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ന്യൂയോർക്ക് ബിൽഡേഴ്സ് @gmail.com ഒരു കമ്പനി. ഓക്കെ, കാരണം എൻജിനീയർ ക്രൂ അങ്ങനെ കൊടുക്കുന്നതിന് പകരം ഒരു കമ്പനി കൊടുക്കുന്നതാണ് കുറച്ചും കൂടി പ്രൊഫഷണൽ. BCC ചെയ്ത. നെക്സ്റ്റ് സബ്ജക്റ്റ് റീസ്റ്റാർട്ടിങ് ദ വർക്ക് ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. അതാണ് നമ്മളെ മെയിൻ കോൺസെപ്റ്റ്. ഈ ഇമെയിൽ അയക്കുന്നതിൻ്റെ മൊത്തത്തിലുള്ള കാരണം റീസ്റ്റാർട്ടിങ് ദ വർക്ക് ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ഇവിടെ നമ്മൾ സർ ഓർ മാഡം എന്നല്ല, ഡിയർ ക്രൂ ഓർ എൻജിനീയേഴ്സ്. ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നതിലാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഒരു പക്ഷേ കുറച്ച് വേർഡ്സ് ടഫ് പോലെ തോന്നിയേക്കാം. ബട്ട് നിങ്ങൾ എത്രത്തോളം ടഫ് വേർഡ്സ് ഉപയോഗിക്കുന്നോ അത്രയും മാർക്സ് നിങ്ങൾ കൂടും. ഓക്കെ, സോ അത് മനസ്സിലാക്കി ചെയ്യാം. നമുക്കത് നോക്കി നോക്കാം. ഡിയർ ക്രൂ / എൻജിനീയേഴ്സ്,
ഐ ആം എമിലി റോബ്ലിംഗ്. ഓക്കെ, വൈഫ് ഓഫ് മിസ്റ്റർ വാഷിങ്ടൺ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും പരിചയമാണ്, കാരണം അതിൻ്റെ പണിക്കാരാണ് ഈ എഞ്ചിനീയേഴ്സൊക്കെ. ആസ് യു നോ, നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ദ പ്രൊജക്ട് ഹാസ് സ്റ്റോപ്ഡ് ആഫ്റ്റർ ഹിസ് ഇഞ്ചറി വിച്ച് ലെഫ്റ്റ് ഹിം പാരലൈസ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ പ്രൊജക്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. എന്താണ് വാഷിങ്ടൺ കഥ വായിച്ചവർക്കറിയാം എന്താണ് ഒരു ഇഞ്ചറി പറ്റിയായിരിക്കും വാഷിങ്ടണിന്, വിച്ച് ലെഫ്റ്റ് ഹിം പാരലൈസ്ഡ്. പാരലൈസ് എന്താണ് സംസാരിക്കാനോ അല്ലെങ്കിൽ നടക്കാനോ പറ്റാത്ത അവസ്ഥ, ഒരു കോമ പോലെ ആയെന്ന് പറയാം. ബട്ട് ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു റീസ്റ്റാർട്ട് ദ പ്രൊജക്റ്റ്. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് ഈ പ്രൊജക്റ്റിനെ എന്താക്കാൻ പറ്റും, നമുക്ക് വീണ്ടും തുടങ്ങാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. വാഷിങ്ടൺ ഹാസ് ബീൻ ഗിവിങ് മീ സയൻസ് ടു റീസ്റ്റാർട്ട് ദ പ്രൊജക്റ്റ്. വാഷിങ്ടൺ കിടപ്പിലാണെങ്കിലും എനിക്ക് എന്തുണ്ട് കുറച്ച് സയൻസ് തരുന്നുണ്ട് എന്നതിന് വേണ്ടിയിട്ട് ഈ പ്രൊജക്റ്റ് വീണ്ടും തുടങ്ങണം എന്നുള്ള രീതിയിൽ കുറച്ച് സയൻസ് തരുന്നുണ്ട് എനിക്ക് വാഷിങ്ടൺ എനിക്ക് തരുന്നുണ്ട്. ഐ ആം വില്ലിങ് ടു ഷെയർ വാട്ട് എവർ ഹി ഇൻഡിക്കേറ്റ്സ് ടു മീ. സോ ഇവിടെ പ്രോബ്ലം എന്തായിരുന്നു, വാഷിങ്ടൺ ഇങ്ങനെ ആയതുകൊണ്ട് ആർക്കും ഇതിൻ്റെ ഐഡിയ അല്ലെങ്കിൽ ഡിസൈൻ അറിയില്ല. സോ അതുകൊണ്ടാണ് ഈ ബ്രിഡ്ജിൻ്റെ പണി നിന്ന് പോയത്. സോ വാഷിങ്ടൺ തന്നെ ഇങ്ങനെ സൈൻ കാണിച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് പറയാണ് ഐ എം വില്ലിങ് ടു ഷെയർ വാട്ട് എവർ ഹി ഇൻഡിക്കേറ്റ്സ്. ഹസ്ബൻഡ് പറയുന്ന കാര്യം വൈഫിന് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ മറ്റാർക്കും മനസ്സിലാവില്ല. അപ്പോൾ വൈഫ് പറഞ്ഞു ഞാൻ അദ്ദേഹം എനിക്ക് എന്താണോ പറഞ്ഞിരുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ എനിക്ക് സമ്മതമാണ്. ഐ ആം വില്ലിങ് ടു ഷെയർ വാട്ട് എവർ ഹി ഇൻഡിക്കേറ്റ്സ് ടു മീ. ദിസ് വേ വി ക്യാൻ കംപ്ലീറ്റ് ദിസ് പ്രൊജക്റ്റ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് ടു സീ ഓൾ ഓഫ് യു ബാക്ക് സ്ട്രോങ്ങർ ദാൻ ബിഫോർ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളൊക്കെ വീണ്ടും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്ട്രോങ്ങർ ദാൻ ബിഫോർ, നിങ്ങൾ ആദ്യം ഉണ്ടായതിനേക്കാളും സ്ട്രോങ് ആയിട്ട്, ഓക്കെ, കരുത്തരായിട്ട് നിങ്ങൾ തിരിച്ചു വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. യോഴ്സ് റെസ്പെക്ട്ഫുള്ളി എമിലി. ഓക്കെ, സോ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 ഇമെയിൽ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒന്ന് എക്സ്ട്രാ, ഓക്കെ, ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ് വിത്ത് ആൻസർ. ഓക്കെ, സോ നമുക്ക് നോക്കാം ഏതാണ് ആ ഇമെയിൽ. യു ആർ ദ സെക്രട്ടറി ഓഫ് ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ. റൈറ്റ് ആൻ ഇമെയിൽ ടു മാർഗരറ്റ് ആറ്റ്വുഡ് ഇൻവൈറ്റിംഗ് ഹെർ ടു ഇനോഗ്രേറ്റ് ദ കോൺവൊക്കേഷൻ സെറമണി ഓഫ് സാക്ഷരതാ മിഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നല്ലോണം മനസ്സിലാക്കണേ. ഇംഗ്ലീഷ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ് നിങ്ങൾ. മാർഗരറ്റ് ആറ്റ്വുഡ്, അത് നമുക്കറിയാം, എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ് എന്ന പോയം എഴുതിയ മാർഗരറ്റ് ആറ്റ്വുഡിന് എന്ത് ചെയ്യാം, ഒരു ഇമെയിൽ എഴുതുക. എന്താണ് വിളിക്കുന്നത്, ഇൻവൈറ്റിംഗ് ഹെർ, ക്ഷണിക്കുന്നു. ഓക്കെ, ടു ഇനോഗ്രേറ്റ് ഉദ്ഘാടനം ചെയ്യാനാണ്. ഉദ്ഘാടനം ചെയ്യുന്നത്, ദ കോൺവൊക്കേഷൻ സെറമണി. എന്താണ് കോൺവൊക്കേഷൻ സെറമണി, അതായത് ഗ്രാജുവേഷൻ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് പാസ്സായാൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു ചെറിയ പ്രോഗ്രാമാണ് കോൺവൊക്കേഷൻ സെറമണി ഓഫ് സാക്ഷരതാ മിഷൻ. ഈ സാക്ഷരതാ മിഷൻ്റെ പാസ്സായ എല്ലാവരും നടത്തുന്ന ഒരു സെറമണി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആരെയാണ് ക്ഷണിക്കുന്നത്, മാർഗരറ്റ് ആറ്റ്വുഡിനെ ക്ഷണിക്കുകയാണ്. ആ ക്ഷണം നിങ്ങളൊരു ഇമെയിലായിട്ട് എഴുതുകയാണ്. കാരണം നിങ്ങളാണ് ഇംഗ്ലീഷ് ക്ലബിൻ്റെ സെക്രട്ടറി. സോ ആ ഇമെയിൽ എങ്ങനെയായിരിക്കും എന്നൊന്ന് ഡ്രാഫ്റ്റ് ദാറ്റ് ഇമെയിൽ. ഓക്കെ, സോ ആ ഇമെയിൽ എങ്ങനെ എഴുതേണ്ടത് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്കൊരു പേര് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് രാഹുൽ എന്നുള്ള പേരാണ്. ഓക്കെ, ഫ്രം rahul123@gmail.com. ആർക്ക് നമ്മൾ അയക്കുന്നത്, ടു margaret@gmail.com. ഓക്കെ, സോ അങ്ങനെ നമ്മൾ കൊടുത്തു. നെക്സ്റ്റ് CC/BCC ഏതാ സബ്ജക്റ്റ്. സബ്ജക്റ്റ്, ഒറ്റ വാക്കിൽ ഫുൾ പറയാൻ, ഇൻവിറ്റേഷൻ ടു ഇനോഗ്രേറ്റ് ദ കോൺവൊക്കേഷൻ ഓഫ് സാക്ഷരതാ മിഷൻ. ഇതാണ് നമ്മളെ മെയിൻ പർപ്പസ് ഈ ഫുൾ ഇമെയിലിൻ്റെ. ഡിയർ മാഡം, അവിടെ സേർന്ന് കൊടുക്കണോ, ഇല്ല, നമുക്കറിയാം മാർഗരറ്റ് ആറ്റ്വുഡ് ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് ഡിയർ മാഡം. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ലൈൻ, ഐ ആം രാഹുൽ, സെക്രട്ടറി ഓഫ് ദി ഇംഗ്ലീഷ് ക്ലബ് ഓഫ് ABC സ്കൂൾ, തിരുവനന്തപുരം. ഐ ആം സെൻഡിങ് ദിസ് ഇമെയിൽ. ആ ലൈൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ആം സെൻഡിങ് ദിസ് ഇമെയിൽ, നിങ്ങൾക്ക് എല്ലാ ഇമെയിലും ഉപയോഗിക്കാം. ടു ഇൻവൈറ്റ് യു ടു ഇനോഗ്രേറ്റ് ദ കോൺവൊക്കേഷൻ സെറമണി ഓഫ് ആർ സ്റ്റുഡൻസ് ഹു ആർ പാർട്ട് ഓഫ് ദ സാക്ഷരതാ മിഷൻ. ഞാൻ ഈ ഇമെയിൽ അയക്കുന്നത് നിങ്ങളെ ക്ഷണിക്കാനാണ്. സാക്ഷരതാ മിഷൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടികളുടെ കോൺവൊക്കേഷൻ സെറമണി ഉദ്ഘാടനം ചെയ്യാൻ. ടു ഇനോഗ്രേറ്റ് ദ കോൺവൊക്കേഷൻ സെറമണി ഓഫ് ആർ സ്റ്റുഡൻസ് ഹു ആർ പാർട്ട് ഓഫ് ദ സാക്ഷരതാ മിഷൻ. നിങ്ങൾക്ക് ഓരോ സെൻറ്റൻസ് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഓക്കെ, ദ പ്രോഗ്രാം ഈസ് ഷെഡ്യൂൾഡ് ഓൺ, ഈ ലൈനും വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ലെറ്ററിന് ഉപയോഗിക്കാം, എല്ലാത്തിനും ഉപയോഗിക്കാം. ദ പ്രോഗ്രാം ഈസ് ഷെഡ്യൂൾഡ് ഓൺ 25th March 2024 at 2 PM. എപ്പോഴാണ് പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത്, 25 മാർച്ച് 2024 2 മണിക്കാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, ബട്ട് ആ ഡീറ്റെയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം, മറന്നു പോകരുത്. നെക്സ്റ്റ്, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആർ ഡീപ്ലി ഇൻസ്പയർഡ് ബൈ യുവർ പോയം എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ്. സോ ഒരുപാട് കുട്ടികൾ, ഏകദേശം എല്ലാ കുട്ടികളും നിങ്ങളുടെ ഈ പോയം എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ് എന്ന പോയം വായിച്ചതിന് ശേഷം വളരെയധികം ഇൻസ്പയർഡ് ആണ്. അവർക്ക് അതൊരു പ്രചോദനമായി, അവർക്കും പഠിക്കാമെന്നുള്ളൊരു ഒരു പ്രചോദനമായിട്ട് ആ പോയം മാറി.
സോ യുവർ പ്രസൻസ് വുഡ് ബി മച്ച് അപ്രിഷിയേറ്റഡ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്നാൽ എന്താണ്, നിങ്ങളുടെ പ്രസൻസ് മച്ച് അപ്രിഷിയേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നതുകൊണ്ട് നമുക്ക് എല്ലാവരും ഹാപ്പി ആവും എന്നുള്ള മീനിങ്ങിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹോപ്പ് ടു ഹിയർ ബാക്ക് ഫ്രം യു. ഓക്കെ, സോ അവിടെ എച്ച് ക്യാപിറ്റൽ ഉപയോഗിക്കണേ, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് എച്ച് ക്യാപിറ്റൽ സ്മോൾ എറർ. ഓക്കെ, എല്ലാ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം. അതേപോലെ തന്നെ നെയിം, ഇവിടെ കണ്ടോ, നെയിം ഓഫ് എ പേഴ്സൺ രാഹുൽ, ആർ ക്യാപിറ്റൽ ഉപയോഗിച്ചു. ഇംഗ്ലീഷ് ക്ലബ്, ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജിൻ്റെ പേരാണ്, അതുകൊണ്ട് എന്താണ് അവിടെ നമ്മൾ ഈ ക്യാപിറ്റൽ ഉപയോഗിച്ചു. ഓക്കെ, ABC സ്കൂൾ, അങ്ങനെ എന്താ തിരുവനന്തപുരം സ്ഥലത്തിൻ്റെ പേര്, അങ്ങനെ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്നത് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, പിന്നെ ഓരോ സെൻറ്റൻസ് കഴിഞ്ഞാലും ഒരു ക്യാപിറ്റൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്കാണ്, ശ്രദ്ധിക്കണം. ഹോപ്പ് ടു ഹിയർ ബാക്ക് ഫ്രം യു, എന്താണ് നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇമെയിൽ അയക്കും, വരുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇമെയിൽ അയക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ലൈൻ നിങ്ങൾക്ക് എല്ലാ ഇമെയിലും ഉപയോഗിക്കാം. ഹോപ്പ് ടു ഹിയർ ബാക്ക് ഫ്രം യു. യോസ് റെസ്പെക്ട്ഫുള്ളി രാഹുൽ. സോ ഇതോടെ ആ ഇമെയിൽ എന്ന് പറഞ്ഞ സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുള്ളായി തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചോദിക്കാം. ഇനി ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വേണ്ടതെന്നുള്ള കമൻറ്റ്സിൽ പറയാം. ഈ വീഡിയോനെ പറ്റി അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ അറിയിക്കാം. അതേപോലെ തന്നെ ഇതുപോലത്തെ ഒരുപാട് ന്യൂ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഓൾ ഫോർ ലിസ്ണിംഗ്. I hope you get great grades for the exams. So happy learning. Bye.